വെൽക്കം ടു സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻസ്. ഇത് ഞാൻ നേരത്തെ പല പോസ്റ്റിങ്ങുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇംഗ്ലീഷിലാണ്. ചിലരുടെ ആവശ്യപ്രകാരം ഞാനത് മലയാളത്തിൽ ആവർത്തിക്കുന്നു. 4-5 പോസ്റ്റിങ്ങുകളിലായിട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. എൻട്രൻസുകാർക്കും +1 പഠിക്കുന്നവർക്കും എല്ലാം പ്രയോജനപ്പെടുത്തക്കവണ്ണം ചെയ്യും. പ്രകൃതിയിൽ ഏറ്റവും അധികം കാണുന്ന ഒരു തരം ചലനമാണ് പീരിയോഡിക് മോഷൻ എന്നുള്ളത്. കൃത്യസമയങ്ങളിൽ എന്തെങ്കിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതിനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുക. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ വന്നിടത്ത് തന്നെ വീണ്ടും വീണ്ടും വരിക, അതായത് ഒരേ പൊസിഷൻ ആവർത്തിക്കുക. അല്ലെങ്കിൽ നിശ്ചിത സമയങ്ങളിൽ വേഗത ഒരേ വേഗത കൈവരിക്കുക. ഇങ്ങനെ പല ക്വാണ്ടിറ്റികൾ, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുക. സൂര്യന് ചുറ്റുമുള്ള പ്ലാനറ്റ്സിൻ്റെ മോഷൻ പീരിയോഡിക് മോഷൻ എക്സാമ്പിളാണ്. സർക്കുലർ മോഷൻ പീരിയോഡിക് മോഷൻ എക്സാമ്പിളാണ്. യൂണിഫോം സർക്കുലർ മോഷനൊക്കെ പീരിയോഡിക് മോഷനാണ്. ഈ പീരിയോഡിക് മോഷനിൽപ്പെട്ട ഒരു പ്രത്യേകതരം ചലനമാണ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. വൈബ്രേഷനെല്ലാം പീരിയോഡിക് മോഷനാണ്. പക്ഷേ പീരിയോഡിക് മോഷനെല്ലാം വൈബ്രേഷൻ അല്ല. പ്ലാനറ്ററി മോഷൻ, പ്ലാനറ്റ്സിൻ്റെ മോഷൻ ഒരിക്കലും വൈബ്രേറ്ററി മോഷനല്ല, പക്ഷേ അത് പീരിയോഡിക് മോഷനാണ്. എന്നാൽ എല്ലാ വൈബ്രേഷനും പീരിയോഡിക് മോഷനാണ്. വൈബ്രേഷൻ നടക്കുമ്പോൾ പല ക്വാണ്ടിറ്റികളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിൽ തന്നെ ഏറ്റവും ലഘുവായിട്ടുള്ള വൈബ്രേഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ശബ്ദം, പ്രകാശം, റേഡിയോ തരംഗം എന്ന് വേണ്ട വൈബ്രേഷൻ ട്രെയിൻ ഓടുമ്പോഴും എവിടെ എന്തെല്ലാം ചലനങ്ങൾ നടക്കുമ്പോഴും അവിടെയെല്ലാം വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ ഒഴിച്ചു നിർത്തി നമുക്ക് ജീവിക്കാനും ജീവിതം മുന്നോട്ട് നയിക്കാനും സാധ്യമല്ല. പ്രത്യേകിച്ച് മ്യൂസിക്, ശബ്ദത്തിൻ്റെ ഉറവിടം വൈബ്രേറ്റിംഗ് ബോഡി ആയതുകൊണ്ട് ആണ് പ്രത്യേകതരം വൈബ്രേഷനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷൻ ശുദ്ധമായിട്ടും ഒരു സങ്കല്പമാണ്. ശുദ്ധമായ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് പ്രകൃതിയിൽ കാണാൻ പറ്റില്ല. എങ്കിലും അതിനോടടുത്തുള്ള സന്ദർഭങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ മനസ്സിലാക്കുന്നതിന് ഏറ്റവും പറ്റിയ ഒരു മോഡലാണ് സ്പ്രിംഗ് ലോഡ് സിസ്റ്റം. ഇതൊരു സ്പ്രിങ് ഒരു സപ്പോർട്ടിൽ നിന്നും തൂക്കിയിട്ടിരിക്കുക. അതിലൊരു ലോഡ് കൊടുത്തിട്ടുണ്ട്, M എന്ന് പറയുന്ന ഒരു ലോഡ്. ഈ സ്പ്രിങ് അല്പം വലിഞ്ഞിട്ട് ഇത് അനങ്ങാതെ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കും. അതിന് നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കാം. ആരും ശല്യം ചെയ്തില്ല എങ്കിൽ ഇതവിടെ തന്നെ നിൽക്കും ഈ മാസം. അത് O എന്നിരിക്കട്ടെ. ഈ പൊസിഷനെയാണ് മീൻ പൊസിഷൻ, അല്ലെ പൊസിഷൻ ഓഫ് മിനിമം പൊട്ടൻഷ്യൽ എനർജി, അല്ലെ സ്റ്റേബിൾ പൊസിഷൻ ഓഫ് ദി ലോഡ് എന്നൊക്കെ പറയാം. ഇതങ്ങനെ നിൽക്കും. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. യാതൊരു ബന്ധനവും ഇല്ലാത്ത ഒരു വസ്തു ഒരിക്കലും വൈബ്രേഷൻ നടത്തില്ല. എന്തെങ്കിലുമായിട്ട് ബന്ധനം ഉള്ള വസ്തുക്കൾ മാത്രമേ വൈബ്രേഷൻസ് നടത്തൂ, പീരിയോഡിക് മോഷനും നടത്തൂ. സ്വതന്ത്രമായ ഒരു വസ്തുവും വൈബ്രേഷൻ നടത്തില്ല. ഏതെങ്കിലും ഒരു ബലത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് കഴിയുന്ന വസ്തുക്കൾക്ക് വൈബ്രേഷൻ നടത്താൻ സാധിക്കൂ. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ ലോഡ് ഈ സ്പ്രിങ്ങിൻ്റെ സ്വാധീനത്തിലാണ്. ഈ ലോഡ് ശല്യം ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു O എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെ നിൽക്കും.
നമ്മളിതിനെ താഴോട്ടൊന്ന് വലിച്ചു O1 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ടങ്ങ് റിലീസ് ചെയ്തെന്നിരിക്കട്ടെ. ഇതിനെ താഴോട്ട് വലിക്കുമ്പോൾ, അതായത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ താഴോട്ട് കൊടുക്കുക, എക്സ് ദൂരം നമ്മൾ താഴോട്ട് ഇതിനെ വലിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് താഴോട്ടാണ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ലെങ്ത് കൂടും. സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. സ്പ്രിങ്ങിന് ഒരിക്കലും വലിച്ചു നീട്ടുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലെ പഴയ ലെങ്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കും. അതിനകത്തൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും ഇതിനെ പഴയ ലെങ്തിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഈ ലോഡ് നമ്മൾ താഴോട്ട് വലിക്കുമ്പോൾ ഈ സ്പ്രിങ് അതിൻ്റെ പൂർവ്വ ലെങ്തിലേക്ക് വരുന്നതിന് വേണ്ടി ഈ ലോഡിനെ മുകളിലേക്ക് വലിക്കും. സ്പ്രിങ് ചുരുങ്ങാൻ ശ്രമിക്കും, പഴയ ലെങ്തിലേക്ക് ചുരുങ്ങാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ട് കൊടുക്കുമ്പോൾ സ്പ്രിങ്ങിനകത്ത് അതിനെതിരായിട്ട് മുകളിലേക്കൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ സ്വാധീനത്തിൽ ഈ ലോഡ് മുകളിലോട്ട് ചലിക്കാൻ തുടങ്ങും. മുകളിലോട്ട് പോകുന്നതോറും ഈ ഫോഴ്സിൻ്റെ സ്വാധീനത്തിലായതുകൊണ്ട് ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടിക്കൂടി വരും മുകളിലോട്ട് പോകുമ്പോൾ. സത്യത്തിൽ ഇത് O എന്ന് പറയുന്ന പഴയ സ്ഥാനത്ത് ചെല്ലുമ്പോൾ നിൽക്കേണ്ടതാണ്. അപ്പോൾ സ്പ്രിങ് അതിൻ്റെ പഴയ അവസ്ഥയിൽ എത്തിച്ചേർന്നു. പക്ഷേ ഈ ലോഡിനവിടെ നിൽക്കാൻ പറ്റില്ല. ലോഡിൻ്റെ ഇനേർഷ്യ, ഈ മാസിന് അതിൻ്റെ ഇനേർഷ്യ ഉണ്ട്. ഈ ഓയിലെത്തുമ്പോൾ അത് മുകളിലേക്ക് മാക്സിമം വെലോസിറ്റി അതിന് കൈവന്നിരിക്കുക. അപ്പോൾ അതിന് നിൽക്കാൻ പറ്റാതെ വരും ബിക്കോസ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ മുകളിലേക്കുള്ള ചലനം ഇത് കണ്ടിന്യൂ ചെയ്യും, ഇനേർഷ്യ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഓയിൽ നിൽക്കുന്നതിന് പകരം ഇത് മുകളിലേക്ക് ഇനേർഷ്യ മൂലം ഈ ലോഡ് പോകാൻ നിർബന്ധിതമാകും ബിക്കോസ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ സ്പ്രിങ് എന്ത് ചെയ്യും? സ്പ്രിങ് കംപ്രസ്ഡ് ആകും. ഇത് മുകളിലേക്ക് ഇനേർഷ്യ മൂലം ഇത് മുകളിലേക്ക് പോകുമ്പോൾ സ്പ്രിങ് കംപ്രസ്ഡ് ആകും. സ്പ്രിങ് കംപ്രസ്ഡ് ആകുമ്പോൾ സ്പ്രിങ് എന്താ ചെയ്യുക? കംപ്രസ്ഡ് ആകും തോറും സ്പ്രിങ്ങിനകത്ത് വീണ്ടും റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് പഴയ ലെങ്തിലേക്ക് നൂരാനായിട്ട് നീളം കൂടുന്നതിന് വേണ്ടി സ്പ്രിങ് ശ്രമിക്കും. അപ്പോൾ ലോഡിനെ താഴോട്ട് തള്ളും. വീണ്ടും ലോഡ് താഴോട്ട് ചലിക്കും. അപ്പോഴും ഇതിന് ഓയിൽ വരുമ്പോൾ നിൽക്കാനൊക്കാതെ വരും ഇനേർഷ്യ മൂലം. അപ്പോൾ താഴോട്ട് വീണ്ടും പോകും. സ്പ്രിങ് അപ്പോൾ എക്സ്റ്റെൻഡ് ആകും. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ഘടകങ്ങളാണ് ഇവിടെ രംഗത്ത് വരുന്നത്. ഒന്ന്, നമ്മളിതിനെ ഡിസ്റ്റർബ് ചെയ്താൽ ഉടൻ തന്നെ സ്പ്രിങ്ങിൻ്റെ സ്വഭാവം കൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി ലോഡയിൽ ഒരു റെസ്റ്റോറിങ് ഫോഴ്സ് പ്രയോഗിക്കും. പഴയ അവസ്ഥയിലേക്ക്, സ്പ്രിങ്ങിൻ്റെ പഴയ അവസ്ഥയിലേക്ക് വരുന്നതിന് വേണ്ടി സ്പ്രിങ്ങിനകത്ത് ഒരു റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ റെസ്റ്റോറിങ് ഫോഴ്സിൻ്റെ സ്വാധീനത്തിൽ ഈ ലോഡ് അതിൻ്റെ മീൻ പൊസിഷനിലേക്ക് വരും. പക്ഷേ മീൻ പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഇതിന് മാക്സിമം വെലോസിറ്റി ഉണ്ടാവും ഈ റെസ്റ്റോറിങ് ഫോഴ്സിൻ്റെ പ്രയോഗം കൊണ്ട്. അപ്പോൾ ഇനേർഷ്യ രംഗത്ത് വരും. ഇനേർഷ്യ ഉള്ളത് കൊണ്ട് ഇതിനവിടെ നിൽക്കാനൊക്കാതെ വരും. അപ്പോൾ എതിർദിശയിലേക്ക് ഇത് പോകും. അപ്പോൾ സ്പ്രിങ്ങിനെ ഇത് കംപ്രസ് ചെയ്യും. സ്പ്രിങ്ങിന് അത് ഇഷ്ടപ്പെടത്തില്ല. സ്പ്രിങ് ഉടനെ തിരിച്ചടിക്കും. അപ്പോൾ ഈ റെസ്റ്റോറിങ് ഫോഴ്സും ഈ ലോഡിനുള്ള, ഈ ബ്ലോക്കിനുള്ള ഇനേർഷ്യയും കൂടുള്ള ഒരു തരം വടം വലിയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് വൈബ്രേഷനിൽ കലാശിക്കുന്നത്. ചുരുക്കത്തിൽ ഇനേർഷ്യയും സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസ്റ്റോറിങ് ഫോഴ്സും കൂടെ ചേർന്നിട്ട് ഈ ലോഡ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ ഇടയാകും. ഇതാണ് വൈബ്രേഷൻ്റെ കാരണം. ഇനിയും ഹുക്സ് ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട് ഈ സ്പ്രിങ്ങിനെ അപേക്ഷിച്ച്. സ്പ്രിങ് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്താൽ സ്പ്രിങ്ങിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റെസ്റ്റോറിങ് ഫോഴ്സും കൂടും. എക്സ് ദൂരം സ്പ്രിങ്ങിൻ്റെ ലെങ്ത് കൂട്ടിയാൽ സ്പ്രിങ്ങിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റെസ്റ്റോറിങ് ഫോഴ്സ് F=-kx. ഇതാണ് ഹുക്സ് ലോ ഫോർ എ സ്പ്രിങ് എന്ന് പറയുന്നത്. ഈ മൈനസിൻ്റെ അർത്ഥം എന്താ? എക്സ് ഇങ്ങോട്ടാണെങ്കിൽ റെസ്റ്റോറിങ് ഫോഴ്സ് എതിരെ,
എക്സ് മുകളിലോട്ടാണ് സ്പ്രിങ് അപ്ലൈ ചെയ്യുന്ന റെസ്റ്റോറിങ് ഫോഴ്സ് താഴോട്ട്. അപ്പോൾ എക്സിന് എപ്പോഴും എതിരായിരിക്കും എഫ്. അത് കാണിക്കുന്നതിനെ മാനസിട്ടിരിക്കുന്നത്. കെ ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ദി സ്പ്രിങ്. കെയ്ക്ക് പറയുന്ന പേരാണ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ്, അല്ലെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും, അല്ലെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ചുരുക്കത്തിൽ കെയ്ക്ക് പല പേരുണ്ട്. സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ്, അല്ലെ സ്പ്രിങ് ഫാക്ടർ, അല്ലെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറയും. കെ കൂടുതലുള്ള സ്പ്രിങ് എന്ന് പറയുമ്പോൾ വളരെ ടഫായിട്ടുള്ള സ്പ്രിങ്ങാണ്. അതിനെ വലിച്ചു നീട്ടാൻ ബുദ്ധിമുട്ടാണ്, കംപ്രസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കെ കുറവാണെങ്കിൽ വളരെ ശക്തി കുറഞ്ഞ സ്പ്രിങ്ങാണ്. ആർക്ക് വേണേൽ വലിച്ചു നീട്ടാം, കംപ്രസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ശക്തിയെ കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് കെ. ഈ കെ ആണ് റെസ്റ്റോറിങ് ഫോഴ്സ് കൊണ്ടുവരുന്ന ഘടകം. എം ഈ ലോഡിൻ്റെ മാസ് ആണ് ഇനേർഷ്യ ഒരുക്കുന്ന ഘടകം. അപ്പോൾ ഇവിടെ രണ്ട് ഘടകമാണ്. ഒന്ന് റെസ്റ്റോറിങ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഘടകം, അത് സ്പ്രിങ് ഫാക്ടർ. ഇവിടെ മറ്റ് ഓസിലേഷൻസ് ഉണ്ട്, സിമ്പിൾ പെൻഡിലും ഉണ്ട്, അവിടെ സംഗതി വേറെ. ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ കേസിൽ കെ ആണ് റെസ്റ്റോറിങ് ഫോഴ്സ് ഒരുക്കുന്നത്. ഇനേർഷ്യ ഒരുക്കുന്നത് ഈ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ലോഡിൻ്റെ മാസാണ്. അപ്പോൾ മാസും എമ്മും കെയും തമ്മിലുള്ള ഒരു തിരുവാതിര കളിയാണ് ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഫ് ഈക്വൽസ് മൈനസ് കെ എക്സ് എന്ന് പറയുന്നതാണ് ഈ സ്പ്രിംഗ് ലോഡ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സ് കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ശരിയാവില്ല. എക്സ് ഒരു ലിമിറ്റിനകത്താണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ശരിയാകൂ. ഈ ഇക്വേഷൻ ശരിയാകുമ്പോൾ മാത്രം നടക്കുന്ന ചലനത്തിനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെ സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നും കെ എടുത്തു കഴിഞ്ഞാൽ കെ ഈക്വൽസ് എഫ് ബൈ എക്സ് എന്ന് വരും. ഫോഴ്സ് പെർ യൂണിറ്റ് എക്സ്റ്റൻഷൻ. അപ്പോൾ അതിന് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ, ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയാം. ഇതിൻ്റെ യൂണിറ്റ് സന്ദർഭം അനുസരിച്ച് പല യൂണിറ്റ് വരാം. അപ്പോൾ ചുരുക്കത്തിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കണമെങ്കിൽ അത്യാവശ്യം വേണ്ടുന്ന ഫോഴ്സാണ് എഫ് ഈക്വൽസ് മൈനസ് കെ എക്സ്. ഇതൊരു ലീനിയർ ഫോഴ്സാണെന്ന് പറയും. കാരണം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. എക്സിൻ്റെ ഫസ്റ്റ് പവർ എഫിൻ്റെയും ഫസ്റ്റ് പവർ. എഫ് എക്സും കൂടെ ഗ്രാഫ് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കെ ആണ്. അതുകൊണ്ട് അതിനെ ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. ഇപ്പം ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സ് എവിടെ ഉണ്ടോ അവിടെയെല്ലാം സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ നടക്കും. പ്രൊവൈഡഡ് ഇനേർഷ്യ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനേർഷ്യയും ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നടക്കുന്ന ചലനത്തിനെയാണ് സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ എന്ന് പറയുക. ഇത് വൈബ്രേറ്ററി മോഷനാണ്. ഇത് ഞാൻ മറ്റൊരു രീതിയിൽ കാണിക്കുന്നു. ഇതിപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഒരു ടേബിളിൽ സ്പ്രിങ് ഫിക്സ് ചെയ്തിരിക്കുന്ന ലോഡ് കാണിച്ചിരിക്കുക. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഇത് മീൻ പൊസിഷനാണ് ഓ. ശല്യം ചെയ്യാതിരിക്കുമ്പോൾ ലോഡ് നിൽക്കുന്ന സ്ഥാനമാണ് ഓ. അതിനെ മീൻ പൊസിഷൻ എന്നാണ് വിളിക്കുക. ഇത് റൈറ്റിലോട്ട് 6 വരെ പോകും എന്നിരിക്കട്ടെ. 6നെ റൈറ്റ് എക്സ്ട്രീം എന്ന് വിളിക്കും. ലെഫ്റ്റിലോട്ട് L വരെ വരും. ഇതിനെ ലെഫ്റ്റ് എക്സ്ട്രീം എന്ന് വിളിക്കും. OL-ഉം OR-ഉം തുല്യമായിരിക്കും. OL അല്ലെ OR അതിന് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വൈബ്രേഷൻ. ചുരുക്കത്തിൽ ഈ ലോഡ് L-നും R-നും ഇടയ്ക്ക് കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഇത്തരം വൈബ്രേഷനെയാണ് സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ എന്ന് പറയുക. ഇവിടെ മറ്റ് യാതൊരു ഫോഴ്സുമില്ല. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു ഫോഴ്സേ ഉള്ളൂ. അത് ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സാണ്. അതിൻ്റെ ഇക്വേഷൻ എഫ് ഈക്വൽസ് മൈനസ് കെ എക്സ്. ഈ ഫോഴ്സും ഇനേർഷ്യയും കൂടെ ചേരുമ്പോൾ
ഉണ്ടാവുന്ന മഹാസംഭവമാണ് സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ അല്ലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇവിടെ എയറിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കണക്കിലെടുത്തിട്ടില്ല. എയർ ഇല്ല എന്നുള്ള സങ്കല്പത്തിലാണ് ഇതെല്ലാം ആകെ ഇവിടെ ഉള്ള ഫോഴ്സ് F - kx. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സാങ്കല്പിക ചലനം എന്ന് നമ്മൾ പറഞ്ഞത്. ഇതൊരു ഐഡിയൽ സിറ്റുവേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥ മോഷനിലേക്ക് പിന്നീട് വരും. ഇനി ഇതിൽ ഇപ്പോൾ ചുരുക്കത്തിൽ F - kx ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫോഴ്സ് ഇക്വേഷൻ. ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് F മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F ma. അപ്പോൾ എഫിൻ്റെ സ്ഥാനത്ത് m ഇൻറ്റു ആക്സിലറേഷൻ. m എന്ന് പറഞ്ഞാൽ ഈ ലോഡിൻ്റെ മാസാണ്. m ഇൻറ്റു ആക്സിലറേഷൻ ഈക്വൽസ് -kx. Therefore acceleration equals -k/m into x. Or നമുക്ക് ഈ k/m എന്നുള്ളതിനെ ω² എന്നൊരു ലെറ്റർ അങ്ങോട്ട് കൊടുക്കുന്നു. ഈ ഒമേഗ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പുട്ട് k/m ഈക്വൽസ് ω². കെയും കോൺസ്റ്റൻ്റാണ്, എമ്മും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ k/m എന്ന് പറയുന്ന ω² കോൺസ്റ്റൻ്റാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആക്സിലറേഷൻ ഈക്വൽസ് -ω² ഇൻറ്റു എക്സ്. ഇതിന് പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതിൽ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് ഓയിൽ നിന്ന് റൈറ്റിൽ പോയി തിരിച്ചോയിൽ വന്ന് എല്ലിലോട്ട് പോയി തിരിച്ചോയിൽ വരുമ്പോൾ ഒരു വൈബ്രേഷൻ പൂർത്തിയായി എന്ന് പറയും. ഈ ഒരു വൈബ്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ട സമയത്തിനാണ് പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് വിളിക്കുക. പീരീഡ് ഓഫ് വൈബ്രേഷൻ ക്യാപിറ്റൽ ടി. ഈ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ 2π/ω ആണെന്ന് കാണാം. അതൊന്നും നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് മനസ്സിലാക്കി വെക്കുക. ടി ഈക്വൽസ് 2π/ω. ഒമേഗ എന്ന് പറഞ്ഞാൽ √k/m. ചുരുക്കത്തിൽ ടി ഈക്വൽസ് 2π√m/k. എം എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഒരുക്കുന്ന ഘടകം, കെ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറിങ് ഫോഴ്സ് ഒരുക്കുന്ന ഘടകം. ചുരുക്കത്തിൽ പീരീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ഫോർമുല പറഞ്ഞാൽ 2π × ഇനേർഷ്യ ഫാക്ടർ ബൈ സ്പ്രിംഗ് ഫാക്ടർ, റെസ്റ്റോറിങ് ഫാക്ടർ. ഒന്നുകൂടെ പറയുന്നു, പീരീഡ് ഓഫ് SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ ടി ഈക്വൽസ് 2π × ഇനേർഷ്യ ഫാക്ടർ ബൈ റെസ്റ്റോറിങ് ഫാക്ടർ. അത് സ്പ്രിംഗ് ലോഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ 2π × m/k എന്ന് വരും. ബാക്കി നമ്മൾ അടുത്ത പോസ്റ്റിങ്ങിൽ ബാക്കി കാര്യം ചർച്ച ചെയ്യാം. താങ്ക് യു.